വെന്തെരിയുന്ന ചൂടിലും ജീവിത ദുഃഖങ്ങളെ ഉള്ളിലൊതുക്കി പുഞ്ചിരിക്കുന്ന മുഖങ്ങളുമായി ഒരു കൂട്ടർ, നമ്മുടെ തെരുവോര കച്ചവടക്കാർ. കഠിനമായ ചൂടിനെ അവഗണിച്ച് വിയർത്തൊട്ടിയ ശരീരവുമായി അവർ ഓടിപ്പായുന്നത് ജീവിതത്തിലെ ഒരു പിടി സ്വപ്നവുമായി. പക്ഷേ അധികാരികൾ ഇവരുടെ നേർക്ക് കണ്ണടയ്ക്കുകയാണ്. സ്പെഷ്യൽ റിപ്പോർട്ട്. സംസ്ഥാനത്ത് കടുത്ത ചൂട് രേഖപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെ വകവയ്ക്കാതെ കഷ്ടപ്പെടുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. ഒന്ന് കണ്ണോടിച്ചാൽ കാണാവുന്ന അത്ര അടുത്ത് നമ്മുടെ തെരുവോര കച്ചവടക്കാർ. കനത്ത ചൂടിനെ പോലും ഗവനിക്കാതെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർ. ഇതിൽ പോണ്ടെന്ന് പറഞ്ഞു അതും മരുമോന് വയ്യ, കാല് വെച്ച് വല്ലാതെ കിടക്കുകയാണ്. അപ്പം അവനെ ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അവന് ഷുഗറിന് വന്ന് കാല് ഉപ്പൂറ്റി ഇനി മേലെ കയറി മുട്ടിന് താഴെ വെച്ച് മുറിക്കണമെന്ന് പറഞ്ഞു ആ അവസ്ഥയിലാണ്. പിന്നെ ഞാൻ തന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ വന്നാണ് സഹായിച്ചു കൊടുക്കുന്നത്. അല്ലാതെ എനിക്ക് ആരും തരാനില്ല. അന്ന് പോലെ ഇന്നതുവരെ എനിക്ക് ഈ കഷ്ടതയേ ഉള്ളൂ. വരുമാനം ഈ ഒരു വരുമാനമേ ഉള്ളൂ. ഞാൻ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഓടി വരണത്. അത് നാവുമായിട്ടല്ല ഞാൻ വരണത്. വെളുപ്പകാലത്ത് എഴിക്കാൻ വയ്യ രീതിയിലാണ് ഇപ്പം ജീവിക്കുന്നത്. ചിലപ്പം 10:30-11 മണി വരെ ഞായിരിക്കും. ഇപ്പം 5:30 മണിക്ക് 4 മണിക്ക് 5 മണിക്കൊക്കെയാണ് വരണത്. ഉറക്കൊഴിഞ്ഞാണ് വരണത്. വെള്ളക്കിടം നിവർത്തിയില്ല. ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് ഈ ജീവിതം കൊണ്ടാണ് നമുക്കുള്ളത്. അത് എന്നും കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആള് കൂടിയതുകൊണ്ട് ഒരാഴ്ചയിലൊരിക്കൽ. അതുകൊണ്ട് ഒരു ജീവിതവും ഇല്ല. എങ്ങനെയാണോ ഉണ്ടോ. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ കണ്ണി കൂടി രക്തം ചിന്തുന്നു. ജീവിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ വേഷം കെട്ടി ഇവിടെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും അധികാരിയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പാടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് ആഹാരം പോലും കഴിക്കാതെയാണ് ഒരു നേരത്തെ വയറ്റിന് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട് തരികനാം. വെയിലാണ്, വെയിൽ കൊണ്ട് സഹിക്കാൻ വയ്യ ഞങ്ങൾ. ഇല്ല, ഈ 9 ദിവസത്തിൽ ഒരു ദിവസമേ ഉള്ളൂ. 9 ദിവസത്തിൽ മാറി വരും. 10-60 കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം 3-4 പേരൊക്കെ വെച്ച് ടേൺ വെച്ച് 16 പേരുണ്ട് ചോറുകാർ. 16 ചോറുകാരുണ്ട്. അതിൽ ഒരാൾ ഒരു ദിവസം ഇരിക്കും, നാളെ വേറൊരാൾ. അങ്ങനെ ഇങ്ങനെ ടേൺ ആയിട്ട് മാറി വരും. സൂര്യതാപത്തെയും പ്രത്യേക ദുരന്തമായി കണക്കാക്കുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഈ വേനൽക്കാലത്ത് തൊഴിലിടങ്ങളിലും മറ്റും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ലോട്ടറി കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ ഉൾപ്പെടെ മറ്റ് തെരുവോര കച്ചവടക്കാർ സ്വന്തം ജീവിതം മുന്നിൽ കണ്ട് കടുത്ത ചൂടിനെ അവഗണിച്ച് തെരുവിൽ വ്യാപാരം നടത്തുകയാണ്. ഒരു വഴിയില്ല നമുക്ക്. നമുക്ക് ജീവിക്കാൻ ഇന്ന് ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്തിട്ട് വീട്ടിൽ ചെന്നാൽ കിടപ്പാണ് നമ്മൾ. ഈ വെയിലിൻ്റെ ചൂടും എല്ലാം കൊണ്ട് പിന്നെ ആ പൈസ ചിലപ്പോൾ ആശുപത്രിക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. വേറെ ജീവിക്കാൻ നിവർത്തിയില്ല. അതും അങ്ങനെ ഒരു ജീവിതമാണ് നമ്മളെ ജീവിതം. മക്കളെ ഉള്ളതിന് അവരവരായ ജീവിതം അവരവർ പോണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ആരും തരാനില്ല. 28 വർഷമായി ഇവിടെ വന്നിട്ട്. അന്ന് മുതൽ ഇന്നതുവരെ ഈ ഇതാണ് കച്ചവടം. പക്ഷെ അന്നൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു. ഒരു പ്രതിവിധി ഇന്നതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമോ എന്നുള്ളത് പറഞ്ഞുകൂടാ. പിന്നെ ഈ ഗവൺമെൻറ് വന്നതിൽ ഇത്തിരിയെങ്കിലും ഒരു ആച്ചുണ്ടെന്നാണ് പറയാം. വേറെ എന്നിട്ട് ഈ ഓട്ടം എടുത്തോണ്ട് ഓടണ്ട. നേരത്തെ എടുത്തോണ്ട് ഓടണമായിരുന്നു. വാരി പറക്കി എടുത്ത് സ്റ്റേഷനിലാണ് ഞങ്ങൾ കൊണ്ടുവച്ച് കൊണ്ടിട്ടുള്ളത്. ആഹാരം കഴിച്ച് അവിടെ കൊണ്ടുവന്ന് അവരെ ഇരുത്തി
വെറ്റി കൊണ്ടുവന്ന് അടച്ച് എന്തെല്ലാം നമ്മളെ പാടുപെട്ടെന്നറിയാം ഇതുവരെ കൊണ്ടെത്തിച്ചത്. ഇപ്പോൾ ഒരു 10 ദിവസത്തിലൊരിക്കലാണ് നമ്മൾ ഈ കച്ചവടം ചെയ്യണത്. അതും കച്ചവടം ഇല്ല, അതങ്ങനെ ഇരുന്ന് വെയിൽ കൊള്ളാനേ നിവർത്തിയുള്ളൂ. 11 മണി മുതൽ 3 മണി വരെ വെയിലിലിറങ്ങി ജോലി ചെയ്യരുതെന്ന നിർദ്ദേശം നിലനിൽക്കെ ഈ സമയം തന്നെ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണിവർ. നല്ല ചൂട് തന്നെയാണ്, നിൽക്കാൻ വയ്യാത്ത ചൂട് തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം കുടിക്കണോണ്ട് അങ്ങനെ നിന്ന് പോന്നു. അതിനെക്കുറിച്ച് അഭിപ്രായം ഇപ്പോൾ ഈ നടന്ന് കച്ചവടക്കാർക്ക് വല്ല കുടകൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണമെങ്കിൽ വലിയ ഒരു ഇതാണ്. കുടിവെള്ളം, അതെ, മാക്സിമം കുടിവെള്ളം കൊടുക്കുന്നത് നല്ല ഒരു ഇത് തന്നെയാണ്. വഴിയോര കച്ചവടക്കാർക്ക്. എനിക്കൊരു കിഡ്നി സുഖമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭാരിച്ചുള്ള ജോലി ചെയ്യാൻ പറ്റില്ലാത്തൊരു സ്ഥിതി ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ 2 പൊടി കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഇത് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായി നറുക്കെടുപ്പ് നടത്തുന്ന ഭാഗ്യക്കുറിയുടെ സമയവും ലോട്ടറി വിൽപ്പനക്കാരെ ഗതികേടിലാക്കുന്നു. അതുകൊണ്ട് സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കഴിയാത്ത ഗതികേടിലാണിവർ. ഖജനാവിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്നിട്ട് കൂടി സർക്കാർ സംവിധാനങ്ങൾ ഇവരുടെ ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ചൂട് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്ത് നിന്ന് ജനങ്ങൾ ടിക്കറ്റ് എടുക്കാൻ മടിക്കും. കച്ചവടം വളരെ മോശമാണ്, വളരെ കുറവാണ്. ചൂട് ബാധിച്ചു, നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഒന്നും തന്നിട്ടില്ല, ഒരു ആനുകൂല്യം തന്നിട്ടില്ല. നമുക്ക് ഇതുവരെയായിട്ടും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് 3 മണി വരെയും ടിക്കറ്റ് അന്നുള്ള ടിക്കറ്റ് വിറ്റേ പറ്റുള്ളൂ. സമയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്കത് നടപ്പിലാക്കാൻ ഒക്കില്ല. കാര്യം 3 മണിക്കകത്ത് നമുക്ക് ടിക്കറ്റ് വിറ്റ് തീർന്നില്ലെങ്കിൽ അത് നഷ്ടമാണ്. അതുമല്ല വേറൊരു കാര്യം കൂടെ പറയാണ്ട്, ഇപ്പോൾ ഒരു പുതിയ ടിക്കറ്റ് 50-50 എന്ന് പറഞ്ഞ് ഇറക്കി നിന്ന് നമ്മുടെ കമ്മീഷനെല്ലാം വെട്ടിക്കുറച്ച്, ആളുകളും എടുക്കുന്നില്ല, ടിക്കറ്റും പോകുന്നില്ല. വളരെയധികം നഷ്ടത്തിലാണ്. അതിൻ്റെ കമ്മീഷൻ എല്ലാ ലോട്ടറിക്കും 12% കമ്മീഷനുണ്ട്. അത് 10%. പക്ഷേ നമ്മളിങ്ങനെ ഫുട്പാത്തിൽ നടന്ന് കച്ചവടം ചെയ്യുന്നത് കൂടുതലായിട്ട് ബാധിക്കുന്നത് ആപരതല്ലേ. ലോട്ടറി കച്ചവടം ഇപ്പോൾ 8 വർഷമായി. വീട്ടിലെല്ലാവരും ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊച്ചുണ്ട്, ഈ 1 പേരാണ്. മക്കളൊക്കെ അവരവരെ വിവാഹം കഴിച്ച് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞാനും ഭാര്യയും മക്കൾ കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ആണ്. നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ വരുമാനമില്ല, നമുക്ക് ഇതേ ഉള്ളൂ. ഒരു ദിവസം കൂടിയെന്ന് 500 രൂപ കിട്ടും, അതിൽ കൂടെ കിട്ടില്ല. കൂടിയെന്ന് 500 രൂപ കിട്ടും, അതിൽ കൂടെ അതേ ഉള്ളൂ. 500 രൂപ അതിനകത്ത് വണ്ടിക്കൂലി വെളുപ്പിന് വേണം, 3-3:30 മതിയാവും. ഒരു ദിവസം പോലും വെയിലിറങ്ങി പണിയെടുക്കാതെ ഇവരുടെ അടുപ്പുകൾ പുകയില്ലെന്നിരിക്കെ ആരുടെ സൗകര്യാർത്ഥമാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറത്തിറക്കുന്നത് എന്നുകൂടി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. പോലീസുകാരിൽ വന്ന് വരട്ടി ഇപ്പോഴും എല്ലാവരെയും പുറത്താക്കി എന്ന് പറഞ്ഞ് അപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എനിക്കിത് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യേണ്ട ഒരു സെറ്റപ്പ് ചെയ്ത് തരണം, അല്ല എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കുറേ ദിവസം വന്ന് പറഞ്ഞു ഇവിടെ വിൽക്കാൻ പറ്റില്ല, റോഡിൽ കൊണ്ടു. അപ്പോൾ അങ്ങോട്ട് മാറിയിരുന്ന ആ പെണ്ണുങ്ങളെല്ലാം കൂടെ അടിക്കാൻ പറ്റും അവിടെ ഇരിക്കണം അവരെ പ്രശ്നത്തിന്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ്. ജീവനുള്ള പച്ചയായ മനുഷ്യൻ്റെ പച്ചയായ മാംസം കടുത്ത ചൂടിൽ വെന്തുരുവുമ്പോഴും പൊതുജനങ്ങളുടെ നികുതിപ്പണത്തിൽ AC കാറിൽ കറങ്ങി നടക്കുന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഈ പാവങ്ങളെ ഒന്ന് കണ്ണു തുറന്നു നോക്കണം. ഈ കടുത്ത വേനലിൽ ജീവിതത്തിൻ്റെ 2 അറ്റവും മുട്ടിക്കുവാൻ വേണ്ടി പെടാപ്പാടുവിടുന്ന പച്ചയായ മനുഷ്യരുടെ ജീവിതമാണ് നാം ഈ കാണുന്നത്. ക്യാമറാമാൻ അനിലിനൊപ്പം സത്യപ്രഭ, യോഗനാഥൻ ന്യൂസ്, തിരുവനന്തപുരം.